നമസ്കാരം. ഫെബ്രുവരി മാസം ആരംഭിക്കാൻ പോവുകയാണ്. ഫെബ്രുവരി മാസത്തിലെ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് വളരെയധികം സൗഭാഗ്യം തേടിയെത്തുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. ചില അത്ഭുതകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ ഫെബ്രുവരി മാസത്തിൽ ഇവരെ തേടി എത്തുന്നതാകുന്നു. ഈ നക്ഷത്രക്കാർ ആരെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. മാസാന്ത്യവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന വിശേഷാൽ പൂജകളിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യം കൂടി പ്രത്യേകം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക. ആദ്യത്തെ രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മേടം രാശിയാകുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ സമയമാണ് ഫെബ്രുവരി മാസം എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ ഉയർച്ച താഴ്ചകൾ വന്നു ചേരും എങ്കിലും വളരെയധികം നേട്ടങ്ങൾ കൂടുതൽ വന്നു ചേരുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് ഇത്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല രോഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ആശ്വാസം ഒരു പരിധിവരെ ലഭിക്കും. കൂടാതെ ഇടയ്ക്ക് ഉണ്ടാകുന്ന ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാര്യങ്ങൾ നോക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ സമയം തന്നെയാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന് തന്നെ പറയാം. പണം ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. കൂടാതെ പണം ലാഭിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു എങ്കിലും ഒരു പരിധിവരെ നിങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. എന്നാൽ ശ്രദ്ധാപൂർവം തന്നെ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ ചില തീരുമാനങ്ങൾ നിങ്ങൾക്ക് കൈക്കൊള്ളേണ്ടതായി വരും. അത് ഒരിക്കലും എടുത്തു ചാടി തീരുമാനിക്കുവാൻ പാടുള്ളതല്ല. ശരിയായ രീതിയിൽ ചിന്തിച്ച് മാത്രമേ തീരുമാനം എടുക്കുവാൻ പാടൂ എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ മറ്റു ചില പ്രയാസങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്നു എങ്കിൽ പോലും ആ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വസ്തു, അതേപോലെ വാഹനം തുടങ്ങിയ കാര്യങ്ങൾ വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ അത്തരം ചിന്ത മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ സമയമാണ് ഫെബ്രുവരി മാസം എന്ന കാര്യവും ഓർത്തിരിക്കേണ്ടതാകുന്നു. ജോലി ചെയ്യുന്ന വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾക്ക് ചില വെല്ലുവിളികൾ പ്രത്യേകിച്ചും നേരിടേണ്ടതായി വരാം എന്ന കാര്യവും ഓർക്കുക. കൂടാതെ കഠിനാധ്വാനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിലും അതിനനുസരിച്ചുള്ള ഫലങ്ങൾ ലഭിക്കാത്ത അവസ്ഥ നിങ്ങൾക്കുണ്ട്. എന്നാൽ അത്തരം പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം കൂടിയാണ് ഇത്. കൂടാതെ ജോലി സംബന്ധമായ യാത്രകൾ നിങ്ങൾക്ക് ഉണ്ടാകുവാൻ സാധ്യത കൂടുതലാകുന്നു. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാണ് എന്ന കാര്യവും ഓർക്കുക. പല കാര്യങ്ങളിലും പക്വത വർദ്ധിക്കുന്ന സമയം കൂടിയാണ് ഇത്. പ്രിയപ്പെട്ടവരുമായി യാത്രകൾ നടത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർത്തിരിക്കേണ്ടതാകുന്നു. സഹോദരി സഹോദരന്മാരുമായി ബന്ധപ്പെട്ടും വളരെ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ നിങ്ങൾ പ്രത്യേകിച്ചും ആരോഗ്യപരമായി അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു. പൊതുവെ നോക്കുകയാണ് എങ്കിൽ ശുഭകരമായ മാസം തന്നെയാകുന്നു. ഈ മാസം തീർച്ചയായും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന് പറയാം. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർക്കിടകം രാശിയാകുന്നു. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ചില അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാണ് എന്ന് തന്നെ പറയാം. കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരും എന്ന കാര്യം ഓർക്കുക. തൊഴിൽ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. അതേപോലെ തന്നെ തൊഴിൽ ഉയർച്ച നേടുവാനും നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു സമയം തന്നെയാകുന്നു. ഉയർന്ന സ്ഥാനം അത് നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യത വർദ്ധിച്ചിരിക്കുന്ന സമയം കൂടിയാകുന്നു. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തടസ്സങ്ങളുണ്ട് എങ്കിൽ പോലും ആ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും ഒഴിയുന്ന സമയം കൂടിയാണ് ഇത് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ സർക്കാരുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ, പ്രത്യേകമായ ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന അവസരം കൂടിയാണ് ഇത്. ചില അനുമതികൾ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. മാസത്തിന്റെ തുടക്കത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ ഒരു അവസരം തന്നെ വന്ന് ചേരാവുന്നതാണ്. ആ കാര്യം ഏതാണ് എങ്കിൽ പോലും അത് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ പെട്ടെന്ന് തന്നെ ഉയർച്ച നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ കാഴ്ചപ്പാടിൽ ഈ സമയം
നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. ചില വെല്ലുവിളികൾ നേരിടേണ്ടതായി വരും എങ്കിൽ പോലും അത് ഫലപ്രദമായി തന്നെ നിങ്ങൾക്ക് പ്രതിരോധിക്കുവാൻ സാധിക്കുന്നതാണ്. എന്നാൽ സാമ്പത്തികപരമായി നോക്കുകയാണ് എങ്കിൽ ചിലവ് വിവേകത്തോടെ തന്നെ നിങ്ങൾ നിർവഹിക്കേണ്ടതാകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പല പ്രശ്നങ്ങളും സാമ്പത്തികപരമായി വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് വായ്പകൾ, അതേപോലെ തന്നെ പല കടബാധ്യതകൾ, അതിൽ ഒരു പരിധിവരെ ആശ്വാസം ലഭിക്കുന്ന അവസരങ്ങൾ കൂടി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. പങ്കാളിയുമായി ബന്ധപ്പെട്ട് കൂടുതൽ സമയം ചെലവഴിക്കാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് ചില ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. എന്നാൽ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾക്കും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോവുക. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. മറ്റൊരു രാശിയായി പരാമർശിക്കുന്നത് ധനു രാശിയാകുന്നു. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം സാമ്പത്തികപരമായ നേട്ടങ്ങൾക്ക് അനുകൂലമാണ് എന്ന് തന്നെ പറയാം. ഈ സമയം ബുദ്ധിപൂർവം പല കാര്യങ്ങൾ ചെയ്യുകയും അത് നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യുന്നതാകുന്നു. സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഇതുമൂലം ജീവിതത്തിലേക്ക് കടന്നു വരാം. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പ്രതീക്ഷിക്കാതെ തന്നെ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രതിസന്ധികളിൽ നിന്നും മുക്തി നേടുവാൻ സാധിക്കുന്ന അവസരങ്ങൾ വന്നു ചേരും. ശനിദേവന്റെ കടാക്ഷവും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസരമാണ് എന്ന് തന്നെ പറയാം. കൂടാതെ ഈ സമയം പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ഈ അവസരങ്ങൾ ശരിയായ രീതിയിൽ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയാണ് എങ്കിൽ തീർച്ചയായും അത് നിങ്ങൾക്ക് നേട്ടങ്ങൾ നൽകും. ജോലി ചെയ്യുന്നവരാണ് എങ്കിൽ ഈ സമയം വളരെ വെല്ലുവിളികൾ നിറഞ്ഞ സമയമാണ് എന്ന് തന്നെ പറയാം. എന്നാൽ പോലും ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, ശനിദേവനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും മാറ്റങ്ങൾ വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ പ്രകടനം മികച്ചതാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം. ഒരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് എങ്കിൽ നിങ്ങൾക്ക് ലാഭം പ്രതീക്ഷിക്കുവാൻ സാധിക്കുന്ന അവസരങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ ബിസിനസ് വിപുലീകരിക്കുവാനും അതേപോലെ തന്നെ വലിയ ലാഭം തന്നെ ബിസിനസ്സിൽ നിന്നും നേടിയെടുക്കുവാനും സാധ്യത കൂടുതലാണ് എന്ന് തന്നെ പറയാം. പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ തുടക്കങ്ങൾ കുറിക്കുവാൻ നിങ്ങൾക്ക് അവസരങ്ങൾ തന്നെ വന്നു ചേരും. കൂടാതെ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളിലും ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളിലും വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. എന്നാൽ ഈ സമയം പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ ഈ സമയം തർക്കങ്ങളുണ്ട് എങ്കിൽ പരിഹരിക്കുവാൻ പോലും നിങ്ങൾക്ക് സാധിക്കും. ജോലി അന്വേഷിക്കുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. പെട്ടെന്ന് ജീവിതത്തിലേക്ക് ലാഭം നേടിയെടുക്കുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ വന്ന് ചേരാവുന്നതാണ്. ധൈര്യത്തോടെ മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ കൂടി പുലർത്തണം എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യവും ഓർക്കേണ്ടതാകുന്നു. ഈ കാര്യങ്ങളാണ് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായും ഈ നക്ഷത്രക്കാർ ഇഷ്ടദേവതയെ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.